ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് 1 ഫിസിക്സിൻ്റെ യൂണിറ്റ് 4 പാർട്ട് 3 വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പ്രൊജക്റ്റൈൽ മോഷൻ. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ മോഷനാണ് അണ്ടർ 1 ഡയമെൻഷണൽ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണെന്ന് വിചാരിക്കുക. ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലത്തെ ഒരു പാത്തായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ എക്സാമ്പിൾസ് പ്രൊജക്റ്റൈൽ ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രൊജക്റ്റൈൽ മോഷൻ സംഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ റീഫിൾ, അതായത് ഒരു ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്ത് വിടുമ്പോൾ അത് പ്രൊജക്റ്റൈൽ മോഷനാണ്. അതേമാതിരി നമ്മൾ മത്സരങ്ങൾ ജാവലിൻ ത്രോ മത്സരങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതെന്താണ്, അതിൻ്റെ മോഷനും പ്രൊജക്റ്റൈൽ മോഷനാണ്. അതേപോലെ തന്നെ നമ്മൾ എയറോപ്ലെയിനിൽ നിന്ന് ഒരു ബോംബ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊജക്റ്റൈൽ മോഷനാണ്. മൂവിങ് ട്രെയിനിൻ്റെ വിൻഡോയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സാധനം എറിയുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, പ്രൊജക്റ്റൈൽ മോഷനാണ്. ജസ്റ്റ് ഒരു കല്ലെടുത്ത് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് എറിയുന്നുണ്ടെങ്കിൽ അതും വരുന്നത് പ്രൊജക്റ്റൈൽ മോഷനാണ്. അതിൻ്റെ പാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാതെ ഇതുപോലത്തെ ഒരു പാത്താണ് എന്നുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റൈൽ മോഷനാണ്. ഇനി പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. ദർ ഈസ് നോ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് എയർ. അപ്പോൾ എയർ റെസിസ്റ്റൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈ പ്രൊജക്റ്റൈൽ മോഷൻ്റെ എല്ലാ പോയിൻറ്റ്സിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അവിടെ വേരി ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ഓഫ് എർത്തും കർവേച്ചർ ഓഫ് എർത്തും നെഗ്ലിജിബിൾ ആണ്. അതായത് റൊട്ടേഷൻ ഓഫ് എർത്ത് കൊണ്ടുണ്ടാകുന്ന, അതായത് ഒരു എർത്ത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ എഫക്റ്റ് ഒരിക്കലും പ്രൊജക്റ്റൈൽ മോഷനിൽ വരുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് തരം വെലോസിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഫസ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള യൂണിഫോം വെലോസിറ്റിയാണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. എയർ റെസിസ്റ്റൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ യൂണിഫോം വെലോസിറ്റി ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വിച്ച് വുഡ് നോട്ട് ചേഞ്ച്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള യൂണിഫോം വെലോസിറ്റി ഒരിക്കലും അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് യൂണിഫോംലി ചേഞ്ചിങ് വെലോസിറ്റി ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി മൂലം വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് വെലോസിറ്റിക്ക് യൂണിഫോംലി ചേഞ്ചിങ് വെലോസിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇനി നമുക്കതിൻ്റെ ഓരോ ടേമുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ബോഡി പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ വിത്ത് ദി ഹൊറിസോണ്ടൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ, ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു പാത്താണ് ഇതിനുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. കണ്ടോ, ഇതുപോലത്തെ ഒരു പാത്തായിരിക്കും അതിനുണ്ടായിരിക്കുക. അതിൻ്റെ വെലോസിറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. പ്രൊജക്റ്റൈൽ മോഷൻ XY ആക്സിസ്, ഇവിടെ O എന്നുള്ളൊരു പോയിൻ്റ്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് ഇതാ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, വെലോസിറ്റി V0 ആണ് വരുന്നത്. വെലോസിറ്റി എന്താണ്, V0 ആണ് വരുന്നത്. അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം ഇത്, ഒരെണ്ണം Y ആക്സിസിലും, ഒരെണ്ണം X ആക്സിസിലും, ഒരെണ്ണം Y ആക്സിസിലും. ഈ ആംഗിൾ എന്ന് പറയുന്നത് θ0 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ ഈ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ V0 എന്ന് പറഞ്ഞ വെക്ടറിനെയാണ് നമ്മൾ രണ്ടെണ്ണാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ റിസോൾവ് ചെയ്യുന്നത്. സോ X ആക്സിസിലുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് V0 കോസ് തീറ്റ 0 ആയിരിക്കും. അതോടൊപ്പം തന്നെ Y ആക്സിസിലുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് V0 സൈൻ തീറ്റ 0 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് X ആക്സിസിലില്ല, Y ആക്സിസിൽ മാത്രമേ വരുന്നുള്ളൂ. അതെന്താണ്, -g ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും താഴത്തോട്ടേക്കായിരിക്കും, അത് -g ആണ്. അത് Y ആക്സിസിലേ ഉള്ളൂ, X ആക്സിസിൽ ഇല്ല. പ്രൊജക്റ്റൈൽ മോഷനാണ്, ഒരു ബോർഡ് നമ്മൾ മുകളിലേക്കാണ് എറിയുന്നത്, അപ്പോൾ താഴത്തോട്ടേക്കാണ് അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ Y ആക്സിസിലെ കമ്പോണൻറ്റ്സ് മാത്രമേ ഉള്ളൂ, X ആക്സിസിലെ ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റ് 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷനെ ഇതേപോലെ നമ്മൾ എഴുതി. AX കമ്പോണൻറ്റ് 0 ആണ്, AY എന്ന് പറയുന്നത് -g ആണ്. ഇനി നമുക്ക് ഇവിടെ V0 എന്ന് പറഞ്ഞിട്ടുള്ളത് വെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് V0 കോസ് തീറ്റ 0 കമ്പോണൻറ്റ്, അതാണ് എന്ത്, അത് X ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണല്ലേ. സോ നമുക്ക് V0 X = എന്ന് പറഞ്ഞിട്ട് എഴുതാം. V0 sin θ 0 എന്ന് പറയുന്നത് ഏത് ആക്സിസിലുള്ളതാണ്? Y ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ്. സോ നമുക്ക് V0 Y = എന്ന് പറഞ്ഞിട്ട്
അതിന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 കമ്പോണൻറ്റ് കിട്ടിയല്ലോ. ഇനി ഇവിടെ O എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണല്ലേ. അവിടെ ഇനിഷ്യൽ പൊസിഷനിലെ ഈ x0 കമ്പോണൻറ്റും y0 കമ്പോണൻറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ടും ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. കമ്പോണൻറ്റ് 0 ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലില്ല. അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇക്വേഷൻ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് പൊസിഷൻ്റെ. x = x0 പ്ലസ് bx0 t പ്ലസ് ഹാഫ് axt². ഇത് എക്സ് കമ്പോണൻ്റ് ആണ് പൊസിഷൻ്റെ. x = x0 പ്ലസ് bx0 t പ്ലസ് ഹാഫ് axt² എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ പറഞ്ഞ ഇനിഷ്യൽ പൊസിഷൻ x0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് വരും? x = അതേപോലെ തന്നെ ആക്സിലറേഷൻ്റെ x കമ്പോണൻറ്റും 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ x = എന്ത് വരും? v0 x × t. ഈ ഒരു സെക്കൻഡ് ടൈം മാത്രമാണ് അവിടെ ഇക്വേഷനിൽ വരുള്ളൂ. ഇനി v0 x എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ v0 x എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ് v0 cos θ 0 ആണ്. സോ എന്ത് നമുക്ക് പറയാം? v0 cos θ 0 × t എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്കിവിടെ എഴുതാം. അതോടൊപ്പം തന്നെ y-യുടെ ഇക്വേഷൻ നമുക്ക് നോക്കാം. y0 വരും. y0 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഇതേപോലെ y0 പ്ലസ് by0 t പ്ലസ് ഹാഫ് ay t² എന്നുള്ളതാണ് ഇക്വേഷൻ വരിക. പക്ഷേ ഈ y0 കമ്പോണൻറ്റ് 0 ആണ്. ബാക്കിയുള്ള ടൈംസൊക്കെ അവിടെ ഉണ്ട്. ay എന്ന് പറയുന്നത് എന്താണ്? -g ആണ്. by0 എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് എന്താണ്? b0 sin θ 0 ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? y = b0yt പ്ലസ് ഹാഫ് at² എന്ന് എഴുതാം. b0y എന്ന് വെച്ച് കഴിഞ്ഞാൽ b0 sin θ 0 എന്നുള്ള കമ്പോണൻ്റ് ആണ് ഇൻറ്റു t പ്ലസ് a എന്ന് വെച്ച് കഴിഞ്ഞാൽ ay കമ്പോണൻ്റ് എന്താണ്? -g ആണ്. സോ -half gt² എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? bx എന്താണ്? v0 x = v0 cos θ 0 എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തി. by = v0 sin θ 0 മൈനസ് gt എന്നുള്ള ഇക്വേഷനിലേക്കും നമ്മൾ എത്തിച്ചേരുന്നു. കാരണം vxനും vyക്കും നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതുപയോഗിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതുപയോഗിച്ച് എഴുതിയതാണിത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. പ്രോജക്റ്റിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ. അപ്പം അതിനായിട്ട് ഇവിടെ t = പൊസിഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. ശരിയാണല്ലോ. സോ നമുക്ക് എന്ത് എഴുതാം? t = x ഡിവൈഡഡ് ബൈ v0 cos θ 0. y ആക്സിസിലുള്ള വെലോസിറ്റിയുടെ കമ്പോണൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ദെൻ y = നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷൻ v0 എന്താ ഇവിടെ കണ്ട ഇക്വേഷൻ കേട്ടോ. sin θ 0 t മൈനസ് 1/2 gt². ഈ ഇക്വേഷനിലേക്ക് ഈ ടിയുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഒന്ന് കൊടുത്തു നോക്കിയേ. v0 sin θ 0 ടിക്ക് പകരം x ഡിവൈഡഡ് ബൈ v0 cos θ 0 മൈനസ് 1/2 g ഇൻറ്റു x² ഡിവൈഡഡ് ബൈ v0² cos² θ 0 വരും. ഓക്കെ,
ഇനി ഇതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി എഴുതാം. ഈ V0യും V0യും ക്യാൻസലായിപ്പോയി. സൈൻ തീറ്റ 0 ഡിവൈഡ് ബൈ കോസ് തീറ്റ 0 എന്ന് പറയുന്നത് ടാൻ തീറ്റ 0 ആണ്. ഇവിടെ -gx² ഡിവൈഡ് ബൈ 2V0² കോസ് സ്ക്വയർ തീറ്റ 0. ഇവിടുത്തെ ടൈം അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? y which is equal to x tan theta 0 minus g divided by 2V0² cos സ്ക്വയർ തീറ്റ 0 ഇൻറ്റു s² എന്ന് വരും. ഇതാണ് എന്ത് നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത്. പാരാബോളയാണ് എന്ന് സൂചിപ്പിക്കാനുള്ള ഇക്വേഷൻ. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്ത് പാത്താണ്? പാരാബോളയാണ്. അത് സൂചിപ്പിക്കുന്ന റിലേഷനാണ് ഇത്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് പാരാബോളിക് മോഷനാണ്. അത് ഇങ്ങനെയാണ് വന്ന് വീഴുക. ഇങ്ങനെ സാധനം എറിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു പാരാബോളിക് ഷേപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് പാരാബോളയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ഇക്വേഷനൊക്കെ ആയിട്ട് കൺഫ്യൂഷനായിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടി നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷനിലേക്ക് ഈ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഈ പറയുന്ന V0 കമ്പോണൻറ്റും Vx0 കമ്പോണൻറ്റും ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം മാത്രമാണിത്. സോ ഇത് വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ചും ടൈം ഓഫ് ഫ്ലൈറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ കാര്യം പറയാം.